പണ്ഡിതന്മാർ പറഞ്ഞു, വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, സബബുകളെല്ലാം അവരെ തൊട്ട് അവരുടെ കുഫ്ർ കാരണത്താൽ ആ സബബുകൾ അവരോടൊപ്പം ഉള്ളതോടൊപ്പം അത് മുറിഞ്ഞു പോകും, അറ്റുപോകും. വസാല കുല്ലു സബബിൻ യുംകിനു അൻ യതഅല്ലഖ ബിഹി, പൂണ്ടുപിടിക്കാവുന്ന എല്ലാ സബബുകളും അത് വഴിമാറും. വഅന്നഹും ലാ യൻതഫിഊന ബിൽ അസ്ബാബി അല ഇഖ്തിലാഫിഹ, സബബുകൾ വ്യത്യസ്തങ്ങളായി ഉള്ളതോടൊപ്പം പരലോകോടതിയിൽ പിന്തുടർന്നവരും പിന്തുടരപ്പെട്ടവരും അതിനാൽ ഉപകരിക്കുകയേ ഇല്ല. ആ സബബുകളുടെ വ്യത്യസ്തതകൾ എന്ന് പറയുമ്പോൾ മിൻ മൻസിലത്തിൻ വസബബിൻ വനസബിൻ വഅഹദിൻ വഅഖദിൻ, അത് സ്ഥാനമാനങ്ങളാകട്ടെ, സ്നേഹബന്ധങ്ങളാകട്ടെ, കുടുംബ ബന്ധങ്ങളാകട്ടെ, കരാറുകളാകട്ടെ, ഉറപ്പുകളും ഉടമ്പടികളുമാകട്ടെ, ഒന്നുകൊണ്ടും അവർ ഉപകരിക്കാത്ത അവസ്ഥ. വദാലിക നിഹായത്തുൽ യഅസ്, നൈരാശ്യത്തിൻ്റെ പരമകാഷ്ഠയാണ്, അങ്ങേ അറ്റമാണത് എന്നാണ് ഇവിടെ തഫ്സീറുകളിൽ നമ്മൾ വായിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സബബുകൾ നിലച്ചുപോകും, മുറിഞ്ഞുപോകും, അറ്റുപോകും എന്നുള്ളതിന് പ്രയോഗിച്ചത് വതഖത്തഅത് എന്നാണ്. ഖതഅ അല്ലെങ്കിൽ ഖത്ഉ എന്നത് ഒരു വസ്തുവെ ഖണ്ഡിക്കുക, മുറിക്കുക, അതിനൊക്കെ പ്രയോഗിക്കുന്ന പദങ്ങളാണ്. നമ്മൾ പറയില്ലേ, വെട്ടൊന്ന് കഷ്ണം രണ്ട്, അറുത്തുമാറ്റി, മുറിച്ചുമാറ്റി, കൊത്തിമുറിച്ചു, അങ്ങനെയുള്ളതിനാണ് ഈ ഖത്ഉ പ്രയോഗിക്കുക. വസാരിഖു വസാരിഖതു ഫഖ്തഉ ഐദിയഹുമ, മോഷ്ടിച്ചവൻ്റെയും മോഷ്ടിച്ചവളുടെയും കൈകളെ നിങ്ങൾ കൊത്തുക, ഫഖ്തഉ. അതേപോലെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖിസ്സ വായിക്കുമ്പോൾ അസീസിൻ്റെ ഭാര്യ സുലൈഖയുടെ ക്ഷണപ്രകാരം കൊട്ടാരത്തിലെത്തിയ പട്ടണത്തിലെ സ്ത്രീകൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൗന്ദര്യത്തിലും ആകാര സൗഷ്ഠവത്തിലും വശീകൃതരായി, ആകൃഷ്ടരായി, ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹുൻ, അവരവരുടെ കൈകളെ മുറിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അതാണ് ഖത്ഇൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള പദമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, ഈ സബബുകൾ നിലച്ചു പോകുന്ന, അറ്റുപോകുന്ന വിഷയത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഒട്ടും ഉപകരിക്കില്ല, തീർത്തും നിരാശക്കടിപ്പെടും എന്നുള്ളതാണ് ഇത് പ്രയോഗിച്ചതിൽ പൊരുളായി, യുക്തിയായി ഉള്ളത്. അപ്പോൾ സഹോദരന്മാരെ, സഹോദരികളെ, എത്ര ഗൗരവപ്പെട്ടൊരു വിഷയമാണ് ഈ ഒരു വിശുദ്ധ വചനം കൈകാര്യം ചെയ്യുന്നത്. ഇത്തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഔൽ അദാബ് വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. ഈ ആയത്തിൻ്റെ കോർവയുടെ ഭംഗിയായി സാഹിത്യ രചനകളിൽ ചില പ്രയോഗങ്ങളെ ഇതിൽ നിന്ന് എടുത്തുദ്ധരിച്ചത് വായിക്കാം. അതിൽപ്പെട്ടതാണ് ഇത്തബറ അല്ലദീന തബഉ മിനല്ലദീന തബഉ. നോക്കൂ നിങ്ങൾ, രണ്ടും ഉത്തുബിഉ ഇത്തബഉ. അതേപോലെ വറഔൽ അദാബ് വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. ഈ 4 പദങ്ങളും അവസാനിക്കുന്ന ആ ശൈലി നോക്കൂ. ഇതൊക്കെ സാഹിത്യത്തിൽ പ്രത്യേകം എടുത്തു പറയുന്ന ചില പ്രയോഗങ്ങളാണ് അറബി സാഹിത്യത്തിൽ. ഏതായാലും ഈ ആയത്തിൻ്റെ വിഷയങ്ങളും വിധികളും തേട്ടങ്ങളും പൊരുളുകളും ഏറെ അർത്ഥഗർഭമാണ്. ചിലതൊക്കെയാണ് ഇവിടെ നമ്മൾ പഠിച്ചത്.